അരവിന്ദാക്ഷൻ സാറാ? എടുത്തോ. എന്തെങ്കിലും അത്യാവശ്യം പറയാൻ വിളിക്കുന്നതാണെങ്കിലോ? ആ, ഹലോ സർ. മഹിമയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ഉടനെ എത്താം. മഹിമയ്ക്ക് എന്ത് പറ്റി? ജയിലിൽ വെച്ച് ആരോ അവളെ കൊല്ലാൻ ശ്രമിച്ചു. മഹിമ എങ്ങനെയോ രക്ഷപ്പെട്ടു. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തോണ്ട് ജയിലിലെ ക്ലിനിക്കിൽ തന്നെയാ. എനിക്ക് അവളെ കാണാനൊന്ന് പോണം ഗിരിയേട്ടാ. ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഐശ്വര്യ മാഡം ഈ വഴിയാ ജയിലിലേക്ക് പോകുന്നത്. ഞാൻ അവരുടെ കൂടെ പോയിക്കോളാം. ശരി. എന്നാലും ആരായിരിക്കും മഹിമയെ കൊല്ലാൻ ശ്രമിച്ചത്? അവള് ജയിലിലല്ലേ, അപ്പുറം ഇപ്പുറം എല്ലാം കുറ്റവാളികളായിരിക്കും. മഹിമയുടെ സ്വഭാവം വെച്ച് അടിയുണ്ടാക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവരിലാരെങ്കിലും കൃത്യമായിട്ട് പണി കൊടുത്തു കാണും. അവൾ ഇത്തവണത്തേക്ക് രക്ഷപ്പെട്ടുവെങ്കിലും ഇനി ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ അവളെങ്ങനെ രക്ഷപ്പെടുവോ? അതിനെക്കുറിച്ച് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീ ജയിലിൽ കഴിഞ്ഞപ്പോ മഹിമയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ അവൾക്ക് വേണ്ടി വിഷമിക്കേണ്ട കാര്യമില്ല. ഇവള് മരിച്ചോ നോക്കാൻ വന്നാണോ? പിന്നെ എന്തിനാ താൻ ഇങ്ങോട്ട് വന്നത്? ഇവളുടെ അവസ്ഥ കണ്ടിട്ട് തൃപ്തിയായോ? അതോ ഇനി എന്തെങ്കിലും ചെയ്ത് ഇവളെ ദ്രോഹിക്കണോ? ഹലോ, മുകുന്ദൻ ഇവളോട് എന്തിനാ ചൂടാവുന്നത്? മഞ്ജു അവളുടെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത്. മഹിമയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഈ ജയിലിലുള്ള ആരോ ആണ്. അതാരാണെന്ന് പോലീസ് കണ്ടുപിടിക്കും. ഭാര്യ ജയിലിലായതിന്റെ ദേഷ്യം ഇവളോടല്ല തീർക്കേണ്ടത്. മഹിമയെ കള്ളക്കേസിൽ കുടുക്കി ഇതിനകത്താക്കിയത് മഞ്ജു തന്നെയല്ലേ? കള്ളക്കേസോ? ഇവൾക്കെതിരെയുള്ള തെളിവുകളെല്ലാം കണ്ടതല്ലേ? അത് കെട്ടിച്ചമച്ച കേസാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയായിരുന്നെങ്കിൽ കോടതിയിൽ നിന്ന് അവൾക്ക് ജാമ്യം കിട്ടിയേനെ. വെറുതെ തൊട്ടേനും പിടിച്ചേനും മഞ്ജുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവള് നിരപരാധിയാണെന്ന് തനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇതിലെല്ലാം എങ്ങനെയാണ് ഇവള് വന്ന് പെട്ടതെന്ന് മഹിമയോട് ചോദിച്ചു മനസ്സിലാക്ക്. എന്താ ഇവിടെ ഒരു ബഹളം? അല്ല, ഹലോ, ഐ എം ഐശ്വര്യ ചന്ദ്രശേഖർ, കമ്മീഷണറാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. മൈസെൽഫ് നിർമ്മല, ജയിൽ സൂപ്രണ്ടാണ്. നൈസ് ടു മീറ്റ് യു. ഇത് മഞ്ജു, മഹിമയുടെ സിസ്റ്ററാണ്. CPO ആണ്. മഹിമയെ ആരാണ് കൊല്ലാൻ ശ്രമിച്ചതെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല മാഡം. CCTV ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാ മഹിമ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. നാളെ മഹിമയ്ക്ക് ബോധം തെളിയുമ്പോ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാന്നാ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാഡം, എനിക്കിന്നിവിടെ നിൽക്കാനുള്ള അനുവാദം തരാൻ പറ്റുമോ? അയ്യോ, അത് റൂൾസിനെതിരാ. ചുമ്മാതിരി മാഡം. ഈ ജയില് പാലിക്കുന്നത് നിർമ്മലയുടെ റൂൾസ് ആണെന്ന് എല്ലാവർക്കും അറിയില്ലേ? മഞ്ജുവിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തൂടെ? മഹിമയ്ക്കെതിരെ നടന്ന വധശ്രമത്തിൽ മാഡത്തിന്റെ അനാസ്ഥയൊന്നുമില്ലെന്ന് ഞങ്ങളൊരു റിപ്പോർട്ട് തരാം. എന്താ? എന്നാ ഓക്കെ. അപ്പൊ ഞാനോ? താനൊരു പോലീസുകാരനല്ല, സ്ത്രീയോ അല്ല. അതുകൊണ്ട് വനിതാ ജയിലിൽ രാത്രി കഴിയാൻ പറ്റില്ല. മുകുന്ദൻ സമാധാനത്തോടെ പൊയ്ക്കോളൂ. മഹിമയ്ക്ക് കാവലായി ഞാനുണ്ട്. ഇവളെ രക്ഷിക്കേണ്ടതേ തന്നീന്നാ. മതി മതി, പോ നോക്ക. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ തന്നെ ഞാൻ വെറുതെ വിടില്ല. ഭീഷണി ഒന്നും വേണ്ട. വക്കീൽ പോവാൻ നോക്ക്. വാ വാ, ഇറങ്ങാം. മഞ്ജു, മൂന്നൻ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. താൻ അത് കാര്യമായിട്ട് എടുക്കണ്ട. ഞാൻ സംഭവം നടന്ന സ്ഥലം ഒന്ന് നോക്കട്ടെ. എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ? ശരി മാഡം.
കാരണമല്ലേ എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത്. എന്നോട് ക്ഷമിക്കും മോളെ. എനിക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ചേച്ചിക്ക് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. കുട്ടിക്കാലം മുതലേ നീ എന്നെ കണ്ടത് അമ്മയുടെ സ്ഥാനത്താ. പക്ഷെ ആ സ്ഥാനത്തിന് ഞാൻ അർഹയല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരമ്മ ഒരിക്കലും സ്വന്തം മക്കൾക്ക് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാൻ സമ്മതിക്കില്ല. അമ്മ എന്ത് വില കൊടുത്തും മക്കളെ സംരക്ഷിക്കും. ആ അർത്ഥത്തില് ഞാൻ തോറ്റുപോയി മോളെ, തോറ്റുപോയി. നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ച അവസാനം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. മഹിമ രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഇനി മറിയെ കാണിച്ചു കൊടുക്കില്ലേ? അങ്ങനെ സംഭവിച്ചാ അവള് നമ്മുടെ പേര് ഉറപ്പായിട്ടും പറയും. അങ്ങനൊന്നും സംഭവിക്കില്ല. അവളോട് പിടിക്കപ്പെട്ടാൽ വ്യക്തിവൈരാഗ്യത്തിന്റെ പേര് ചെയ്താണെന്ന് പറയണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതും പ്രതീക്ഷിച്ച് നിൽക്കണ്ട. മഹിമ ഇപ്പോഴും ജയിലിലെ ആശുപത്രിയിലല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ മറിയോട് അവിടെ വെച്ച് അവളെ തീർക്കാൻ പറ. എന്തായാലും മഹിമ രക്ഷപ്പെട്ട അവള് കുടുങ്ങും. എന്നാ പിന്നെ റിസ്ക് എടുത്ത് അവൾക്ക് ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കാൻ ശ്രമിച്ചൂടെ? സ്വപ്നം പറഞ്ഞത് ശരിയാ. നീ ജയിലിലെ നമ്മുടെ ഗാർഡിനെ വിളിച്ച് മറിയേക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറ. ഹലോ, നീ ആ മറിയയ്ക്ക് ഫോൺ കൊടുക്ക്, വേഗം വേണം. നിനക്കാ ഫോൺ. ഹലോ സാറേ, ഒരബദ്ധം പറ്റിപ്പോയതാ. അവൾ എന്റെ കൈകൊണ്ട് തീരാറായതാ. പെട്ടെന്ന് അവള് തിരിച്ചടിച്ചത്. അവൾക്ക് എവിടുന്ന ഇത്രയും ആരോഗ്യം കിട്ടിയെന്നാ മനസ്സിലാവാത്തെ. നിന്റെ ഒഴിവുകഴിവുകൾ കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ വിളിച്ചത്. ഇനി എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം?